ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേരാണ് നന്ദ്യാർവട്ടം അല്ലെങ്കിൽ നമ്പ്യാർവട്ടം നിത്യകല്യാണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ പൂവ് തരുന്നൊരു പ്ലാന്റാണിത് കേട്ടോ. നമ്മൾ ഒരുവിധം ചെടികളൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നമുക്കറിയാം വേനൽക്കാലത്ത് മാത്രമാണ് നമുക്ക് അതിൽ പൂക്കളൊക്കെ കാണാനായിട്ട് പറ്റും. എന്നാൽ ഈ പ്ലാന്റിൽ നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും പൂക്കൾ കാണാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ മാസത്തിലാണ്. ഇപ്പം നല്ല മഴയുള്ള സമയത്താണ്. എന്നിരുന്നാൽ കൂടി ഇതിൽ ഒത്തിരി പൂക്കൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മരുന്നുകൾക്ക് ഈ പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പല്ലുവേദന അതുപോലെ ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ ഈ ചെടിയുടെ വേര് അതുപോലെ പൂക്കള് ഇലകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിന്റെ ബോർഡർ ആയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന മതിലിനോട് ചാരിയിട്ട് ഒരു ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണിത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കെയറിങ്ങുകളൊന്നും നമുക്ക് കൊടുക്കേണ്ടതില്ല കേട്ടോ. എന്നാലും ചെറിയ കെയറിംഗ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇതിനൊരു രോഗം വരാറുണ്ട് കേട്ടോ. ഈ ചെടിയിൽ ഒരു പുഴു വന്നിട്ട് ഇതിന്റെ ഇലകൾ പാടെ തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഈ മഴക്കാലത്ത് നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇതിന്. ഇതുപോലെ തന്നെ ഈ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങിപ്പോകും. അപ്പോൾ ഇതിലൊരു പുഴു വന്നിട്ട് അത് തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഫംഗലിന് എതിരായിട്ടുള്ള എന്തെങ്കിലും ആന്റി ഫംഗലായിട്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്താൽ നമുക്ക് ഈ പ്ലാന്റിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് വളങ്ങൾ കാര്യങ്ങളൊന്നും കൊടുക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ വേര് പിടിച്ച് കിട്ടാനായിട്ട് നമ്മൾ ഇതൊന്ന് പൊടിപ്പിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ജൂൺ മാസങ്ങൾ അതുപോലെ നല്ല മഴയുള്ള സമയത്ത് ഇത് കമ്പ് വെട്ടിയിട്ട് നമുക്ക് നട്ടെടുക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിന് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. വർഷത്തിൽ 1-2 തവണ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും ഇതിൽ ധാരാളം പൂക്കൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇലകളും ഇതിന്റെ പൂക്കളും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെ പ്ലാന്റിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.